ഈ വലിയ മനുഷ്യൻ ഒരു കൊച്ചു രാജ്യത്തെത്തി രാജകൊട്ടാരം തീ പിടിക്കുന്നത് കണ്ടു. അയാൾ തന്റെ വലിയ അടിവസ്ത്രമൂരി അതിൽ നിന്ന് വെള്ളം ചീറ്റി. വൈകാതെ തീ പൂർണ്ണമായും അണഞ്ഞു. ജനറൽ അവിടെ എത്തി. അപ്പോൾ ആ മനുഷ്യൻ തലതിരിച്ചു. വെള്ളം ജനറലിന്റെ നേർക്ക് ചീറ്റി. അയാൾ മുഴുവൻ നനഞ്ഞു. എന്നാൽ രാജാവ് വന്നപ്പോൾ ആ മനുഷ്യനെ ഒരു രക്ഷകനായി കണ്ടു. പിറ്റേ ദിവസം നന്ദി പ്രകടിപ്പിക്കാനായി രാജാവ് കടലിന്റെ അടുത്തായി അയാൾക്ക് വേണ്ടി ഒരു വീട് പണിതു നൽകി. അതോടെ ആ മനുഷ്യൻ ആ കൊച്ചു രാജ്യത്ത് വളരെ നല്ല ജീവിതം നയിച്ചു. ആളുകൾ അയാൾക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. കൂട്ടമായി ആളുകൾ അയാൾക്ക് മസാജ് ചെയ്തു കൊടുത്തു. സിനിമ കാണാൻ വരെ അവർ കൂടെ പോയി. ആയിരക്കണക്കിന് ആളുകൾ അയാളെ അനുഗമിച്ചു. രാജാവ് അയാളെ കൂടുതൽ വിശ്വസിക്കുകയും ഒരു വീരനായകന്റെ മെഡൽ നൽകുകയും ചെയ്തു. ഇത് ജനറലിന്റെ സ്ഥാനത്തെ ബാധിച്ചു. അസൂയ കാരണം ജനറൽ രഹസ്യമായി പ്രതിരോധ സംവിധാനം ഓഫ് ചെയ്തു. ശത്രു സൈന്യം ഈ അവസരം മുതലെടുത്ത് രാജ്യത്തേക്ക് കടന്നു. പീരങ്കികൾ കൊട്ടാരത്തിൽ പതിച്ചു. സൈനികർ രാജ്യത്തെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. നായകനായ ആ മനുഷ്യൻ രാജാവിന്റെ ഉത്തരവ് സ്വീകരിക്കാൻ വന്നു. അയാൾ തന്റെ ചുവന്ന ഷർട്ടും ഷൂസുമൂരി കടലിലേക്കിറങ്ങി. അയാൾ ശത്രുവിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ യുദ്ധം ചെയ്തില്ല. സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശത്രുക്കൾ അത് അവഗണിക്കുകയും വെടിവെപ്പ് തുടങ്ങുകയും ചെയ്തു. നൂറുകണക്കിന് പീരങ്കികൾ അയാളെ ലക്ഷ്യമാക്കി വന്നു. പക്ഷേ അവ അടയാളങ്ങൾ മാത്രം അവശേഷിപ്പിച്ചു. അയാൾക്ക് പരിക്കേറ്റില്ല. ഒരൊറ്റ നീക്കത്തിൽ ആ മനുഷ്യൻ പീരങ്കികൾ തിരിച്ചയച്ചു. ശത്രുക്കൾ രക്ഷപ്പെടാൻ കടലിലേക്ക് ചാടി. ആ മനുഷ്യൻ രണ്ട് കൈകളും നീട്ടി കപ്പലുകളുടെ എല്ലാ കയറുകളും പിടിച്ചു. നൂറുകണക്കിന് യുദ്ധക്കപ്പലുകൾ കടലാസ് തോണികൾ പോലെ പൊട്ടിച്ചു.